Hey guys, welcome back to NKL EDITS. So guys, അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പ്രിവ്യൂ കണ്ടതുപോലെ ഒരു അടിപൊളി സ്മൂത്ത് ഷെയ്ക്കാണ്. അത്യാവശ്യം ഒരു സ്ലോ ആയിട്ടുള്ള സ്മൂത്ത് ആയിട്ടുള്ള ഒരു അടിപൊളി ഷെയ്ക്കാണ്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ഈ വീഡിയോ മുഴുവനായി സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. സോ ഗൈസ്, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. എന്ത് ചെയ്യുക, ലൈറ്റ് മോഷൻ ഓപ്പൺ ചെയ്ത് പ്ലസ് ബട്ടൺ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത്, അതായത് നമ്മളൊരു പ്രൊജക്റ്റ് ക്രിയേറ്റ് പ്രൊജക്റ്റ് ക്ലിക്ക് ചെയ്യുക. ദെൻ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, മീഡിയയിൽ വരാം. ശേഷം എന്ത് ചെയ്യുക, നമ്മൾ ഒരു ഫോട്ടോ വന്ന് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഈ ഒരു ഫോട്ടോ ആണ് എടുക്കുന്നത്. ശേഷം പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദെൻ ഇതിൻ്റെ ഡ്യൂറേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യുക. ഞാനിപ്പോൾ ജസ്റ്റ് ഒരു 1 സെക്കൻഡിലൊന്ന് കട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ട്യൂട്ടോറിയൽ കാണിച്ചു തരാൻ വേണ്ടി മാത്രമായതുകൊണ്ട് നിങ്ങളുടെ ക്ലിപ്പിൻ്റെ ഡ്യൂറേഷനൊക്കെ അനുസരിച്ച് സെറ്റ് ചെയ്യുക. ശേഷം നമ്മളിതിലേക്ക് ഫസ്റ്റ് ഒരു സൂം ട്രാൻസിഷൻ കൊണ്ടുവരിക. ഫസ്റ്റ് 2 കീ ഫ്രെയിംസ് ഇതേപോലെ ആഡ് ചെയ്യുക. നമ്മൾ എന്ത് ചെയ്യുക, ഒന്നാമത്തെ കീ ഫ്രെയിമിൻ്റെ വാല്യൂ ഒന്ന് നന്നായിട്ട് ഇതേപോലെ ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് എത്ര സൂമാണോ വേണ്ടത് ആ ഒരു രീതിക്ക് നല്ല രീതിക്ക് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക. ശേഷം എന്ത് ചെയ്യുക, നമ്മൾ ആ ഒരു കീ ഫ്രെയിം ഫസ്റ്റിലേക്കും ഈ ഒരു രണ്ടാമത്തെ കീ ഫ്രെയിം എൻഡിലായി സെറ്റ് ചെയ്യുക. ദെൻ ഇവിടെ നമ്മൾ സ്മൂത്ത് ആയിട്ടുള്ളൊരു കർവ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഈ ഒരു കർവാണ് ഞാൻ ഇപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സൂം ട്രാൻസിഷൻ വേണമെങ്കിൽ ഇതിലേക്ക് ആഡ് ചെയ്യുക. ഓക്കെ, ദെൻ നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ ഇനി കുറച്ച് എഫക്ട്സും കാര്യങ്ങളൊക്കെയാണ് ആഡ് ചെയ്യേണ്ടത്. അതിനുവേണ്ടി നമ്മൾ എഫക്ട്സിൽ വരിക, ആഡ് എഫക്ട്സിൽ വരിക. ഡിസ്ട്രോഷൻ ആൻഡ് വാർപ്പിൽ വന്ന ശേഷം നമ്മൾ ഫസ്റ്റ് ടൈൽസ് എഫക്റ്റ് ആഡ് ചെയ്യുക. ദെൻ എന്ത് ചെയ്യുക, മിറർ ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ദെൻ അഗെയിൻ നമ്മൾ ആഡ് എഫക്ട്സിൽ വരിക, ഡിസ്ട്രോഷൻ ആൻഡ് വാർപ്പിൽ വരിക. ഇവിടെ നമുക്ക് സ്ക്യൂസ് എഫക്റ്റ് ഉണ്ടാവും. സ്ക്യൂസ് എഫക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടുകൂടി. അപ്പോൾ സ്ക്യൂസിൽ വന്നിട്ട് നമുക്ക് ഇതേപോലെ ഒറ്റൊരു സെറ്റിങ്സ് മാത്രമേ ഉള്ളൂ. അതിൻ്റെ സ്ട്രെങ്ത്ത് മാത്രമാണ് നമുക്കതിൽ സെറ്റ് ചെയ്യാനുള്ളത്. ഓക്കെ, ഇതിൽ നമ്മൾ വന്ന് ഇതിൻ്റെ ഫസ്റ്റത്തെ വാല്യൂ വന്ന് -0.30 ആ ഒരു റേഞ്ചിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക. -0.30 ഈ ഒരു റേഞ്ചിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക. ദെൻ ആ ഒരു കീ വന്ന് നമ്മൾ ഫസ്റ്റിലേക്ക് സെറ്റ് ചെയ്യുക. ദെൻ എൻഡിലെ കീ ഫ്രെയിമിൻ്റെ വാല്യൂ 0 തന്നെയാണ്. അത് ഇതേപോലെ എൻഡിലേക്ക് പോയി സെറ്റ് ചെയ്യുക. ദെൻ ഇവിടെ നമ്മൾ ഒരു കർവ് അപ്ലൈ ചെയ്യാണ്. ഇവിടെ ഈ ഒരു ബട്ടണിൽ ഈ ഒരു രണ്ടാമത്തെ കർവ്, ഇവിടെയുള്ള രണ്ടാമത്തെ കർവ് കൊടുക്കുക. അതിൽ രണ്ടാമത്തെ കർവാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. ഓക്കെ, ഈ ഒരു കർവാണ് ഇവിടെ സ്ക്യൂസിന് ഞാൻ കൊടുക്കുന്നത്. ദെൻ നമ്മൾ ബാക്ക് വരിക. ഇനി നമ്മൾ അടുത്തതായി ഓസിലേറ്റാണ് ആഡ് ചെയ്യേണ്ടത്. ആഡ് എഫക്ട്സിൽ മൂവ് ആൻഡ് ട്രാൻസ്ഫോമിൽ വരിക. ദെൻ നമ്മൾ എന്ത് ചെയ്യുക, ഓസിലേറ്റ് എഫക്റ്റാണ് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത്. ഓസിലേറ്റ് സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടുകൂടി ആഡ് ചെയ്യുക. ഇതിൽ നമ്മൾക്ക് കുറച്ചധികം സെറ്റിങ്സ്, അതായത് 2 സെറ്റിങ്സ് മാറ്റാറുണ്ട്. ആംഗിൾ 45 ഡിഗ്രി തന്നെയാണ് സെറ്റ് ചെയ്യേണ്ടത്. ദെൻ നമ്മൾ ഫ്രീക്വൻസിയിലേക്ക് വരിക. നേരത്തെ പോലെ 2 കീ ഫ്രെയിംസ് ഇതേപോലെ ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇതേപോലെ 2 കീ ഫ്രെയിംസ് ആഡ് ചെയ്ത് കൊടുത്ത ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഒന്നാമത്തെ കീ ഫ്രെയിമിൻ്റെ വാല്യൂ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക. ഒരു 3.35 ആ ഒരു റേഞ്ചിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക. ദെൻ നമ്മൾ അത് ഫസ്റ്റിലേക്ക് സെറ്റ് ചെയ്യുക. ദെൻ രണ്ടാമത്തെ കീ ഫ്രെയിമിൻ്റെ വാല്യൂ ഒന്ന് 0 ആണ്. 0ലേക്ക് സെറ്റ് ചെയ്ത് ആ ഒരു കീ ഫ്രെയിം എൻഡിലേക്ക് സെറ്റ് ചെയ്യാം. ദെൻ നമുക്കിനി സെറ്റ് ചെയ്യാനുള്ളത് മാഗ്നറ്റ്യൂഡാണ്. മാഗ്നറ്റ്യൂഡിൽ നമ്മൾ വന്ന് 2 കീ ഫ്രെയിംസ് ഇതേപോലെ ആഡ് ചെയ്ത് കൊടുക്കുക. ദെൻ മാഗ്നറ്റ്യൂഡിൻ്റെ രണ്ടാമത്തെ കീ ഫ്രെയിമിൻ്റെ വാല്യൂ 0 ആക്കുക. അത് നമ്മൾ എൻഡിലായി സെറ്റ് ചെയ്യുക. ദെൻ ഫസ്റ്റ് കീ ഫ്രെയിമിൻ്റെ വാല്യൂ ഒന്ന് 145ലേക്ക് കറക്റ്റായി സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, 145ലേക്ക് സെറ്റ് ചെയ്ത് കൊടുത്ത ശേഷം ഇതേപോലെ ഫസ്റ്റായി സെറ്റ് ചെയ്യുക. ദെൻ ഇതിനൊന്നും നമ്മൾ കർവ് അപ്ലൈ ചെയ്യുന്നില്ല. ഓക്കെ, ഇതിനൊന്നും നമ്മൾ കർവ് അപ്ലൈ ചെയ്യുന്നില്ല. ദെൻ ലാസ്റ്റ് എഫക്റ്റാണ് മോഷൻ ബ്ലർ. ബ്ലറിൽ വരെ നമ്മൾ മോഷൻ ബ്ലർ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഒരു ഔട്ട്പുട്ട് എന്നുള്ള രീതിക്ക് ഞാനൊന്ന് കാണിച്ചു തരാം. ഇതാണ് നമുക്കിതിൻ്റെ ഔട്ട്പുട്ട് എന്നുള്ള രീതിക്ക് കിട്ടുക. നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ ഇതിൻ്റെ ആംഗിൾ മാറ്റി കൊടുത്താൽ, അതായത് ഈ ഒരു ഓസിലേറ്റിൻ്റെ ആംഗിൾ നമ്മളിപ്പോൾ 45-ലുള്ളത് 90ലേക്ക് ആക്കിയാൽ ആ ഒരു ഓസിലേഷൻ വന്ന് നമ്മൾ 90 ഡിഗ്രിയിൽ കിട്ടും. ഓക്കെ, കണ്ടില്ലേ, ഈ ഒരു രീതിക്കായിരിക്കും നമുക്കപ്പോൾ കിട്ടുക. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ ഒരു എഫക്റ്റ്, അതായത് ഈ ഒരു സ്മൂത്ത് സ്ലോ ആയിട്ടുള്ള ഷേക്കിൽ നിങ്ങൾക്ക് പല ആംഗിളിലെ ഷേക്ക് ക്രിയേറ്റ് ചെയ്യാം. ജസ്റ്റ് ഈ ഒരു ഓസിലേറ്റിൽ വന്നിട്ട് ആംഗിൾ ജസ്റ്റ് ചേഞ്ച് ചെയ്ത് കൊടുത്താൽ തന്നെ നിങ്ങൾക്ക് പല രീതിയിലുള്ള ഷേക്ക് ഈ ഒറ്റ ട്രാൻസിഷൻ മീൻസ് ഈ ഒറ്റ ട്യൂട്ടോറിയൽ വഴി നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. സോ ഗൈസ്, അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഇനി ഇതേപോലുള്ള എഡിറ്റിംഗ് വീഡിയോസ് ലഭിക്കാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്.